ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Hexcent. അപ്പോൾ നമ്മൾ Django Ecommerce സീരീസിന്റെ പാർട്ട് 3 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടെംപ്ലേറ്റ് ലോഡിംഗ് ഒക്കെ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാറ്റഗറി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിന് ഓരോ കാറ്റഗറി ഒക്കെ ഉണ്ടാവില്ലേ, ആ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യും. കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്പ് വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊജക്റ്റിനെ അല്ലെങ്കിൽ പ്രൊജക്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ആപ്പുകൾ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിന് മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, നമ്മള് ഞാൻ ടെർമിനലിൽ വന്നിട്ട് പുതിയ കമാൻഡ് ചെയ്യാണ്. Django -admin സ്റ്റാർട്ട് ആപ്പ്. എന്നിട്ട് ഒരു ആപ്പിന് ഒരു നെയിം കൊടുക്കുക. നമുക്ക് കാറ്റഗറി എന്ന് ഞാൻ നെയിം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതാ ഇവിടെ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ആപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി സെറ്റിംഗ്സിൽ പോയിട്ട് ഇൻസ്റ്റാൾഡ് ആപ്പിൽ നമ്മുടെ ഈ ഒരു കാറ്റഗറി ആപ്പിനെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. സോ ജസ്റ്റ് ഇൻസ്റ്റാൾഡ് ആപ്പ് ഉണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി എന്ന് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഒരു കോമ ഇടണം, അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ എഴുതും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊജക്റ്റില് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ കാറ്റഗറി, ഏത് കാറ്റഗറി, ഇപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഞാൻ ആഡ് ചെയ്തു, ഫുൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആഡ് ചെയ്തു. അപ്പം ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ. അപ്പൊ നമുക്കറിയാം ജാങ്കോ എന്ന് പറയുന്നത് MVT ആർക്കിടെക്ചർ ആണ്, മോഡൽ വ്യൂ ടെംപ്ലേറ്റ് ആർക്കിടെക്ചർ. ജാങ്കോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ടേബിളിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞു കൊടുത്തത്. സ്ട്രക്ചർ പറഞ്ഞു കൊടുത്ത് മോഡൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മേക്ക് മൈഗ്രേഷൻ മൈഗ്രേറ്റ് ചെയ്തു കൊടുക്കും. മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മോഡൽ സ്ട്രക്ചർ മോഡല് നമ്മുടെ ഡേറ്റാബേസിൽ ടേബിൾ ആയിട്ട് ജാങ്കോ തന്നെ ക്രിയേറ്റ് ചെയ്തു. നമ്മളിവിടെ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കും, അതിനുശേഷം മോഡൽ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. ഡേറ്റാബേസിൽ ഒരു ടേബിൾ ആയിട്ട് ജാങ്കോ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. കാറ്റഗറിക്ക് വേണ്ടിയിട്ട് കാറ്റഗറി സ്റ്റോർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ സ്ട്രക്ചർ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അത് നമ്മൾ ക്ലാസ്സിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാറ്റഗറി എന്ന് പറയുന്ന ക്ലാസ് നെയിം ഞാൻ കൊടുക്കുകയാണ്. കാറ്റഗറി മോഡൽസ് ഡോട്ട് മോഡൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഡൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് കാറ്റഗറി നെയിമാണ്. ഫീൽഡ് കാറ്റഗറി നെയിം മോഡൽസ് ഡോട്ട് ചാർ ഫീൽഡ് ആണ് കൊടുക്കേണ്ടത്. മാക്സ് ലെങ്ത്, അതായത് നമുക്ക് കാറ്റഗറി നെയിമിന്റെ മാക്സിമം ലെങ്ത് ഞാൻ 150 കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കേണ്ടത് സ്ലഗ് എന്ന് പറയുന്ന കാര്യം. മോഡൽസ് ഡോട്ട് സ്ലഗ് ഫീൽഡ്. നമ്മൾ ഇവിടെ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് എത്രയാണോ കൊടുത്തത്, മാക്സ് ലെങ്ത് കൊടുത്തത് സെയിം തന്നെ കൊടുക്കുക. മാക്സ് 150. അതേപോലെ തന്നെ കാറ്റഗറി നെയിം സ്ലഗ് നമുക്ക് യൂണീക്ക് ആണ്. ഇപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാറ്റഗറി ആഡ് ചെയ്ത ആ സെയിം കാറ്റഗറി പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് അതുകൊണ്ട് അതിനെ ഒന്ന് യൂണീക്ക് കൊടുക്കാം. യൂണീക്ക് ഈക്വൽ ടു ട്രൂ എന്ന് ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷൻ മോഡൽസ് ഡോട്ട് ടെക്സ്റ്റ് ഫീൽഡ് നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റ് ഫീൽഡ് ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ. വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ്. അപ്പം ഈ സ്ലഗ് ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നമുക്കിപ്പോ, അവിടെ ഞാനിവിടെ ഐഫോൺ എന്ന് സെർച്ച് ചെയ്യുന്നു.
സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഐഫോണിന്റെ കുറെ മോഡൽസ് ഒക്കെ കാണാം. അതിൽ ഒരു മോഡൽ ഞാൻ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സെപ്പറേറ്റ് ഒരു പേജ്, ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽ പേജ് നമുക്ക് കിട്ടും. സോ നമുക്കിപ്പം നമ്മളിപ്പോ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ബാക്ക് എൻഡ് വഴി ഇനി പ്രോഡക്റ്റ് കാറ്റഗറിയും അതേപോലെ തന്നെ ആ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രോഡക്റ്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് പേജ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് സിംഗിൾ പേജ്, പ്രോഡക്റ്റ് ഡീറ്റെയിൽ പേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലഗ് വെച്ചിട്ട് ഈ ഒറ്റൊരു പ്രോഡക്റ്റ് ഡീറ്റെയിൽ പേജിനെ ഡിസൈൻ ചെയ്തിട്ട് സ്ലഗ് വെച്ചിട്ട് നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഒരു URL, നമ്മളിപ്പോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ലഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാറ്റഗറിയുടെ ഒരു URL സെപ്പറേറ്റ് ഒരു സിംഗിൾ പേജ് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ പേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു URL ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ആപ്പിൾ ഐഫോൺ എന്നൊക്കെ കണ്ടില്ലേ, അതാണ് സ്ലഗ് എന്ന് പറയുന്നത്. ഇതിപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിന്റെ ആപ്പും പ്രോഡക്റ്റിന്റെ മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഓരോന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഒരു URL ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ സെപ്പറേറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മോഡൽ ക്രിയേറ്റ് ചെയ്തു, മോഡലിന്റെ സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്കൊന്ന് മേക്ക് മൈഗ്രേഷൻ കൊടുക്കണം. ഈ ഒരു സ്ട്രക്ചറിനെ, മോഡലിനെ ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് പൈത്തൺ manage.py make migrations എന്ന് കൊടുക്കുന്നു. No change detected. Okay, save ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാറ്റഗറി എന്ന് പറയുന്ന മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഡേറ്റാബേസിലേക്ക് അത് മൈഗ്രേറ്റ് ചെയ്തു. എന്നാൽ മാത്രമേ അഡ്മിനിലേക്ക് നമുക്ക് ഇവിടെ നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്ന ടേബിള് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മേക്ക് മൈഗ്രേഷൻ കൊടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാറ്റഗറി അല്ലാതെ തന്നെ കുറെ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജാങ്കോ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് കുറെ ടേബിൾസ് ഒക്കെ തരുന്നുണ്ട്. അഡ്മിനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ, അങ്ങനെ കുറെ ടേബിൾസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിന്റെ മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കാറ്റഗറി എന്ന് പറയുന്ന മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, സ്ട്രക്ചർ പറഞ്ഞു കൊടുത്തു, അതിന്റെ മോഡലിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഈ കാറ്റഗറി മോഡലിലേക്ക് ഡേറ്റ ആഡ് ചെയ്യും. നമുക്ക് അഡ്മിന് ഈ ഒരു മോഡൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്മിനിൽ വന്നിട്ട് ആദ്യം നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം ഫ്രം .models, സെയിം ഫോൾഡറിലെ മോഡൽസ് എന്ന് പറയുന്ന ഫയലില് കാറ്റഗറി എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം admin.site.register കാറ്റഗറി എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ കൊടുത്തു. ഇനി നമുക്കൊന്ന് അഡ്മിൻ സൈഡിലേക്ക് കയറണം. അഡ്മിൻ സൈഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു manage.py from server. ഓക്കെ, /admin എന്ന് കൊടുക്കാം.
ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും വേണം. അപ്പൊ നമുക്ക് ഒരു അഡ്മിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെർമിനലിൽ വന്നിട്ട് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാം. പൈത്തൺ manage.py ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഓക്കെ, ഞാൻ അഡ്മിൻ തന്നെ യൂസർ നെയിം കൊടുക്കും. അപ്പൊ ഇമെയിലും admin@gmail.com, പാസ്വേഡ് 1234. ഓക്കെ, പാസ്വേഡ് സ്ട്രോങ് അല്ലെന്നാണ് പറയുന്നത്. വൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ബൈപാസ് ചെയ്യും. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അഡ്മിനിലേക്ക് പോവാം. admin username password on. ഓക്കെ, ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ഇവിടെ അഡ്മിൻ്റെ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് സേവ് ചെയ്യും. ഇനി ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ കാറ്റഗറീസ് എന്ന് പറയുന്ന വന്നിട്ടുണ്ട്, ഫീൽഡ് വന്നിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്ത ടേബിൾ ഫീൽഡുകളെല്ലാം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഞാനൊരു കാറ്റഗറി ആഡ് ചെയ്യാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ കാറ്റഗറി ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്ലഗ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഈ കാറ്റഗറി നെയിമിന്റെ സ്ലഗ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു URL ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് വരാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ അഡ്മിൻ സൈഡിൽ പ്രീ പോപ്പുലേറ്റഡ് ഫീൽഡ് എന്ന് പറയുന്നത് കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്യുന്നു കാറ്റഗറി admin.model admin എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ മുമ്പിൽ അത് ചെയ്തിട്ടാണ് പ്രീ പോപ്പുലേറ്റഡ് ഫീൽഡ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കും. പാസ് ചെയ്ത് കൊടുക്കുന്ന ഡിക്ഷണറി ആയിട്ടാണ്. സ്ലഗ് എന്ന കീ കൊടുക്കുന്നു, ഇതിന്റെ വാല്യൂ ആയിട്ട് ടപ്പിളില് ഞാൻ കാറ്റഗറി നെയിം എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഒരു സ്ലഗ് ആണല്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാറ്റഗറി നെയിം ആയിട്ട് കൊടുക്കും. സിംഗിൾ വാല്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ടപ്പിൾ ആവാൻ വേണ്ടി ഒരു കോമയും കൂടി ഇട്ട് കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതായി ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല, സൈറ്റ് രജിസ്റ്റർ കൊടുക്കില്ല, അവിടെ നമ്മൾ ഈ ഒരു ക്ലാസ് നെയിം കൂടെ പറഞ്ഞു കാറ്റഗറി അഡ്മിൻ. ഓക്കെ, സേവ് ചെയ്തതിനു ശേഷം ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഇവിടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്ലഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ തൽക്കാലം ഞാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കാറ്റഗറി എന്ന ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അതിനുശേഷം ഞാൻ സേവ് ചെയ്യും. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നമുക്ക് കാറ്റഗറി ഒബ്ജക്റ്റ് 1 എന്നാണ് കാണിക്കുന്നത്. നമുക്ക് അതും ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മോഡൽസിൽ വന്നിട്ട് ഒരു ഫംഗ്ഷൻ സ്പെഷ്യൽ കീവേഡ് ആയിട്ടുള്ള സ്ട്രിങ്ങിനാണ് $_str_. അതിനുശേഷം സെൽഫ് എന്ന പാരാമീറ്റർ കൊടുത്തു റിട്ടേൺ സെൽഫ് ഡോട്ട്. എനിക്കിവിടെ കാറ്റഗറി ഒബ്ജക്റ്റിന് പകരം കാറ്റഗറി നെയിം വരാം. എന്താണ് കാറ്റഗറി നെയിം അത് ഡിസ്പ്ലേ ചെയ്ത് വരാം. അപ്പോൾ സെൽഫ് ഡോട്ട് കാറ്റഗറി നെയിം.
അതിനുശേഷം ഞാൻ റിഫ്രഷ് ചെയ്യും. അപ്പോൾ കാറ്റഗറി ഒബ്ജക്റ്റ് മാറിയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു, മോഡൽ. അതിനുശേഷം അഡ്മിനെയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാറ്റഗറി മോഡലിന് അഡ്മിനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. സ്ലഗ് ഫീൽഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് സ്ലഗ് ഫീൽഡ് ആണ്. അപ്പോൾ സ്ലഗ് ഫീൽഡ് അങ്ങോട്ട് പോകുന്തോറും ക്ലിയർ ആയി വരും. സ്ലഗ് ഫീൽഡ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, സ്ലഗ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു URL ഫ്രണ്ട്ലി വെർഷൻ ഓഫ് സ്ട്രിംഗ് ആണ്. നമുക്കൊരു സ്ലഗിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെപ്പോഴും സ്ലഗ് ജനറേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഫീൽഡിനെ വെച്ചിട്ടായിരിക്കും, മറ്റൊരു ഫീൽഡിൽ നിന്നായിരിക്കും. ഇപ്പൊ കാറ്റഗറി നെയിമിൽ നിന്നാണല്ലോ നമുക്ക് ഒരു സ്ലഗ് കിട്ടിയത്. അപ്പൊ അങ്ങനെ മറ്റൊരു ഫീൽഡിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്ന സ്ലഗ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസേജ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് വഴി പേജ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത്, പ്രോഡക്റ്റ് ഡീറ്റെയിൽ പേജ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കുറച്ച് കാറ്റഗറിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്യാം.